നമ്മുടെ തേങ്ങാപ്പാലിൽ വറുത്തെടുത്ത മൺചട്ടിയിൽ വറുത്തെടുത്ത ഫിഷ് ഫ്രൈ, എണ്ണയില്ലാത്ത ഫിഷ് ഫ്രൈ. മരണമോ സഹിച്ചാണ് കേട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്കും ഹെൽത്ത് പ്രശ്നമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. പൊളിച്ച്. ഈ ഒരു ടേസ്റ്റും ഈ ഒരു രുചിയും ഈ ഒരു സോഫ്റ്റ്നെസ്സും വേറെ ഏത് പാത്രത്തിൽ വെച്ചാലും കിട്ടത്തില്ല. ഒരു 3 ദിവസം വരെ ഈ കറി ഇങ്ങനെ ചൂടാക്കി നമുക്ക് ഉപയോഗിക്കാം. സ്റ്റീലാണെങ്കിലും അലുമിനിയം ആണെങ്കിലും ഒക്കെ പറ്റുമോ എനിക്കറിയാൻ പാടില്ല. പൊളിച്ച്. എണ്ണയില്ലാത്ത ഫിഷ് ഫ്രൈ കണ്ടോ, അതിന്റെ ടെക്സ്റ്റർ ഒക്കെ കണ്ടോ. പിന്നെ മസാലയാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ ഈ എണ്ണയും ഉണ്ടാക്കൊക്കെ കുറെ ഒഴിച്ചാലേ കറിക്ക് ടേസ്റ്റ് ആവുമെന്ന് നിങ്ങൾ വിചാരിക്കാം. അല്ല, രക്ഷയില്ല കേട്ടോ. ഇതേപോലെ കറക്റ്റ് മസാലയില് ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. പച്ചമുളകിന് പോലും ടേസ്റ്റ് ആണ്. വെറുതെ പറയല്ല കേട്ടോ. ഒരു തവണ അന്നമ്മയുടെ ചട്ടി ഒന്നും മേടിച്ച് സാധനങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക. അന്നമ്മയുടെ ചട്ടി എന്നല്ല കേട്ടോ, ഏത് മൺചട്ടിയാണെങ്കിലും മെഷീനിൽ ഉണ്ടാക്കാത്ത നമ്മുടെ പരമ്പരാഗതമായി കയ്യിലുണ്ടാക്കിയിട്ടുള്ള മൺചട്ടി ആണ് ബെസ്റ്റ്. ഒരു തുള്ളി എണ്ണയില്ലാതെ 2 കിലോയോളം വലിപ്പമുള്ള വലിയൊരു മീൻ പൊരിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അതിനാദ്യം ഒരു മീൻ മുറിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അല്പം നീട്ടി ഒരു കറി വെക്കുക കേട്ടോ. നമ്മുടെ ചാനൽ 2-3 തവണ ഞാൻ ആ റെസിപ്പി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ചാറിലാണ് നമ്മുടെ പെരുത്ത മീൻ പൊരിച്ച് ഇങ്ങോട്ട് എടുക്കുന്നത്. ചാറ് ഇങ്ങനെ കോരിയെടുത്ത് പൊരിച്ചെടുക്കാനുള്ള ചട്ടിയിലേക്ക് ഒഴിക്കാം. മുകളിൽ കറിവേപ്പില ഒരു ബെഡ് പോലെ നമുക്ക് വിരിച്ചു വെക്കാം. മുളകും മഞ്ഞളും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ പുരട്ടി 1 മണിക്കൂർ വെച്ച മീൻ കഷ്ണങ്ങൾ ദാ ഇങ്ങനെ ചാറിൽ കൂട്ടിയിടാം. ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ചതച്ചത് മുകളിലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. മീൻ വെന്ത് വരാറാവുമ്പോൾ അല്പം തേങ്ങ ചിരണ്ടിയതും കൂടെ വിതറാം. തുറന്നു വെച്ച് വേണം നമുക്ക് വേവിക്കാൻ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. മൊരിഞ്ഞ് ചാറൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഈ മീൻ സത്യത്തിൽ മുറിക്കാതെ വലിയൊരു ഐറ്റമായിട്ട് കാണുമ്പോൾ നമുക്ക് പ്രസന്റ് ചെയ്യാനൊക്കെ സൂപ്പറായിരിക്കും. അടുത്തൊരു കിലോ മീഡിയ ആയിട്ട് വരുന്നത് നിങ്ങളുടെ സ്വന്തം അന്ന്.